അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന തജ്വീദ് പരീക്ഷയുടെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വന്ന ചോദ്യം എന്നുള്ളത് വളരെ സിമ്പിളായിരുന്നല്ലോ എക്സാം. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ഒന്നാമത് വന്നത് യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാലോ അല്ലേ? വളരെ സിമ്പിൾ, നമ്മൾ പഠിച്ചാൻ പറഞ്ഞ ഭാഗ്യമാണ്. ഒന്ന്, എല്ലാ രാത്രിയിലും ഓതിയാൽ ഖബർ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കും. ഏത് സൂറത്താണത്? സൂറത്തുൽ മുൽക്ക്. എല്ലാ രാത്രിയിലും ഓതിയാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. ഏതാണ് സൂറത്ത്? സൂറത്തുൽ വാഖിയ. ഖുർആന്റെ 1/3 ഏതാണ്? സൂറത്തുൽ ഇഖ്ലാസ്. 10 തവണ ഖുർആൻ ഓതിയ പ്രതിഫലം കിട്ടുന്ന സൂറത്ത് ഏതാണ്? സൂറത്തുൽ യാസീൻ. വളരെ സിമ്പിൾ ആയിരുന്നു. അപ്പൊ ധൈര്യങ്ങൾക്കൊക്കെ എന്താവും? 4 മാർക്ക് കിട്ടും കേട്ടോ. അടുത്ത് വേർതിരിക്കാനാണ്, അഥവാ സാക്കിനായ നൂന്റെയും തെൻവീന്റെയും ഹുക്കുമുകൾ താഴെ നൽകിയിട്ടുണ്ട്. അതിനോട് യോജിച്ചോ ബ്രാക്കറ്റ് നിർത്തി എഴുതാനാണ്. ഇപ്പൊ ഇൽഹാറിന്റെ നേരെ വരെ ഏതൊക്കെയാണ്? അൻഅംത, അതുപോലെ ഖൗമിൻ ഹാദ്. അഥവാ സാക്കിനായ നൂന്റെയും തെൻവീന്റെ ശേഷം ഖൽക്കിന്റെ അക്ഷരങ്ങൾ വന്നു എന്നുള്ളതാണ്. ഇത് ആമും ബിലാഉന്നയുടെ നേരെ ഏതാ വരിക? മിർ റസൂൽ, അതുപോലെ ആയത്തുല്ലഹും. ലാമ് റാ ഏതെങ്കിലും ഒന്ന് വന്നാലാണ്. ഇത് ആമും ബിഉന്ന. ഇത് ആമും ബിഉന്ന എന്ത് വന്നാലാണ് ഇത് ആമും ബിഉന്ന? മിൻ വലത്, അതുപോലെ ബറക്കും യജ്അലൂൻ, അഥവാ യനിമു, യാ നൂന് വാവ് അല്ലെ, മീം, അതിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാലല്ലേ. അടുത്ത ഇക്കിലാബ്. ഇക്കിലാബിന്റെ ഉദാഹരണം ഏതൊക്കെയാണ് വരിക? കിറാമിൻ ബററ, അതുപോലെ മിൻ ബഅദ്, ബാ വന്നാലാണ് ഇക്കിലാബ്. അടുത്ത ഇഖ്ഫാ. ഇഖ്ഫാന്റെ ഏതാണ്? മിൻ ഷൈഹിൻ, അതുപോലെ ഐനുൻ ജാരിയ. അവ 15 അക്ഷരങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒന്ന് വന്നാല്, അപ്പോ ആ രൂപത്തിൽ എഴുതിയാല് 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത ചോദ്യാണ് ആശയം എഴുതാം, അതായത് അർത്ഥം എഴുതാന്. സയ്യിനുൽ ഖുർആൻ ബി അസ്വാതിക്കും, നിങ്ങളുടെ ശബ്ദം കൊണ്ട് നിങ്ങൾ ഖുർആൻ മനോഹരമാക്കുക. രണ്ടാമത്തതാണ് വറത്തിലിൽ ഖുർആന തർത്തീല, നിങ്ങൾ ഖുർആൻ സാവധാനവും നിയമങ്ങൾ പാലിച്ചും ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്യുക. അപ്പൊ ഈ രൂപത്തിൽ രണ്ടർത്ഥം എഴുതിയാല് ഒന്നിന് 3 മാർക്ക് വെച്ച് 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തതാണ് ഉത്തരം എഴുതാം. ഖുർആൻ പാരായണം ആസ്വാദകരമാകാൻ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമേത്? ഏതാണ്? മീമിലും നൂനിലും വരുന്ന ഉന്നത്ത്. അടുത്തതാണ് നൂന് എന്ന അക്ഷരം എന്തിന്റെ സഹായത്തോടെയാണ് ഉച്ചരിക്കേണ്ടത്? എന്തിന്റെ സഹായത്തോടെയാണ്? ഹൈഷൂമിൽ നിന്ന് പുറപ്പെടുന്ന ഉന്നത്തിന്റെ സഹായത്തോടെയാണ് ഉച്ചരിക്കേണ്ടത്. ഖുർആൻ പാരായണം ആകർഷണീയമാവാൻ ആവശ്യമായ കാര്യങ്ങളിൽ ഒന്ന് എഴുതുക. എന്താണ് ഖുർആൻ പാരായണം ആകർഷണീയമാവാൻ ആവശ്യമായ കാര്യങ്ങൾ? ഒരുപാടുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതുക. ഇവിടെ എഴുതിയിട്ടുള്ളത് കാരികളുടെയും ഉസ്താദുമാരുടെയും ഖിറാഅത്ത് കേട്ട് പരിശീലനം നേടുക എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 4മത്തത്. ഖുർആൻ പാരായണം ചെയ്യേണ്ടത് ആരുടെ ശൈലിയിലാണ്? ആരുടെ ശൈലിയിലാണ്? അറബികളുടെ ശൈലിയിൽ. 5മത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇഖ്ലാബ് എന്നാൽ എന്ത്? സുക്കൂനുള്ള നൂനിന്റെയോ തെൻവീന്റെയോ ശേഷം ബ എന്ന അക്ഷരം വന്നാൽ നൂനെയും തെൻവീനെയും മീമാക്കി മാറ്റി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കുന്നതിനാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത്. ഇത് ആമും ബി ഉന്ന എന്നാൽ എന്ത്? എന്താണ്? സുക്കൂനുള്ള നൂനിന്റെയോ തെൻവീന്റെയോ ശേഷം മീമ്, നൂന്, വാവ്, യാ എന്നതിൽ ഏതെങ്കിലും ഒരക്ഷരം വന്നാൽ നൂനിനെയും തെൻവീനെയും ലയിപ്പിക്കാതെ ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കുന്നതിനാണ് ഇത് ആമും ബി ഉന്ന എന്ന് പറയുന്നത്. അപ്പൊ എത്ര എഴുതിയാൽ ഒന്നിന് 3 മാർക്ക് വെച്ച് 18 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തത് പ്രവർത്തനമാണ് പൂർത്തിയാക്കാം. അവ സുക്കൂനുള്ള നൂനെയും തെൻവീനെയും അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കുന്നതിന് ഇഖ്ഫാ എന്ന് പറയുന്നു. സുക്കൂനുള്ള നൂനെയും തെൻവീനെയും വ്യക്തമായി ഉച്ചരിക്കുന്നതിന് ഇൽഹാർ എന്ന് പറയുന്നു. സുക്കൂനുള്ള അക്ഷരത്തെ ശേഷമുള്ള അക്ഷരത്തിൽ ലയിപ്പിച്ച് ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കുന്നതിനാണ് ഇത് ആമ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രൂപത്തിൽ എഴുതിയാൽ അതിന് 6 മാർക്ക് ലഭിക്കും കേട്ടോ. ഇനി അവസാനത്തെ പ്രവർത്തനമാണ് ഉപമകൾ എഴുതാൻ. ഖുർആൻ അല്പം പോലും ഹൃദയത്തിൽ ഇല്ലാത്തവര് എന്തുപോലെയാണ്? തകർന്നു പോയ വീട് പോലെയാണ്. അതുപോലെ ഖുർആൻ പാരായണം ചെയ്യുന്ന വിശ്വാസിയെ ഉപമിച്ചത് എന്തിനോടാണ്? രുചിയും സുഗന്ധവുമുള്ള നാരങ്ങയോട്. ഖുർആൻ പാരായണം ചെയ്യാത്ത കപട വിശ്വാസിയെ ഉപമിച്ചത് എന്തിനോടാണ്? ആട്ടങ്ങയോട്. അതിന് രുചി കയ്പാണ്, അതിന് വാസനയില്ല. ഈ രൂപത്തിലൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പരീക്ഷ എളുപ്പമാക്കി തരട്ടെ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, നാളെ ദുറൂസാണ് പരീക്ഷ. ദുറൂസിൽ 5 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവുക. ഉപപാഠ പുസ്തകം പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവൂല. അത് എങ്ങനെയാണ് ചോദ്യം ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അള്ളാഹ് ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അത് നോക്കി മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും.